വാണിയംകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 6 മുതൽ 12 വരെ വാണിയംകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, ബാബു ചെറിയാൻ എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. ചേലക്കരയിൽ പ്രചരണം ശക്തമാക്കി എളനാട് ലോക്കൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. PA ബാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ UR പ്രദീപ് പങ്കെടുത്തു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF എളനാട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആവേശകരമായി നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥലമുടമകളുമായി സംസാരിച്ചു. സ്ഥലമുടമകൾ സ്ഥലം വിട്ടുതരാൻ തയ്യാറായി. അവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള വാതക പൈപ്പ് ലൈൻ, അതിൽ നിന്ന് മംഗലാപുരത്തിലേക്ക് പോകുന്നതിനിടയിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ലൈൻ, എല്ലാ ലൈനുകളും വരികയാണ്. ഇപ്പൊ വീട്ടിൽ വെള്ളത്തിന് വേണ്ടി ടാപ്പ് തിരിച്ചാൽ വെള്ളം കിട്ടുന്നത് പോലെ സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കിയ സ്ഥലങ്ങളിലെല്ലാം പാചകവാതകം കിട്ടുകയാണ്. അല്ലെ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ LPG ആണ്. അല്ലെ, LPG സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ വിലക്കുറവിൽ LPG സിലിണ്ടറിന് ഇപ്പോ 920,000 യുദ്ധം ഉണ്ടാക്കിയതോടുകൂടി 50 കൂട്ടിയില്ലേ, 970,000. ഇതൊരു മാസം 250-300 രൂപയിൽ താഴെ അപകടരഹിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന വാതക പൈപ്പ് ലൈൻ കേരളത്തിലുടനീളം സ്ഥാപിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞു. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ നേട്ടമാണ്. അപ്പൊ എടുത്തു പറയാവുന്ന ഒട്ടേറെ നേട്ടങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടം നമുക്ക് അഭിമാനത്തോടു കൂടി പറയും. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ ഇന്ത്യക്കാകെ മാതൃകയായ പൊതുവിദ്യാലയങ്ങളായി മാറി. അല്ലെ, നമ്മുടെ സ്കൂളുകൾ നമ്മളൊക്കെ പഠിച്ച കാലത്തെ സ്കൂളുകളാണോ? എയ്ഡഡ് സ്കൂളുകൾ അങ്ങനെയാണ്. സർക്കാർ വിദ്യാലയങ്ങൾ, ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് വിദ്യാലയങ്ങളായി മാറി. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുമേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നേരിട്ടെത്തി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥന നടത്തി. CPIM ഏരിയ സെക്രട്ടറി T ഗോകുലൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EN വാസുദേവൻ, KC ജോർജ് എന്നിവർ സംസാരിച്ചു. എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N അരവിന്ദാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV വിനു തുടങ്ങിയ പ്രമുഖ നേതാക്കളും കൺവെൻഷന്റെ ഭാഗമായി. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാനും പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ PA ബാബു ആഹ്വാനം ചെയ്തു. പഴയന്നൂർ മേഖലയിലെ നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞതും പട്ടിണിയില്ലാതെ മാറ്റിയതും ക്ഷേമപ്രവർത്തനം തടസ്സമില്ലാതെ ചെയ്തതും ഇതെല്ലാം നമ്മുടെ കേരളം മാതൃകാപരമായി ചെയ്തതാണ്. ഇങ്ങനെയെല്ലാം ആയാലും ഞാൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേ തൊഴിലാളികളെ കാണാൻ വേണ്ടി പോയി. ആ തൊഴിലാളികൾ പറഞ്ഞത് ചേലക്കര ജയിക്കും, എന്നാൽ കേരളത്തിൽ ഭരണം ചിലപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാരണം? എന്തെങ്കിലും കുറവ് ഉണ്ടായിട്ടാണോ, എന്താണ്? ഇല്ലില്ല, മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു സമയം, അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ കേരളത്തിൽ പവർ കട്ട് എന്നത് എടുത്തു കളഞ്ഞു, ശരിയാണ്. റേഷൻ കടകൾ അടച്ചിട്ടില്ല, ശരിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ ശരിയാണ്. എന്നാലും 10 വർഷമായില്ലേ, ഇനിയൊരു മാറ്റം ഉണ്ടായിക്കൂടെ? ഇത് അവരുടെ മാത്രം അഭിപ്രായമല്ല. കോൺഗ്രസ്സിന് എല്ലാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും പലതരത്തിലുള്ള നുണപ്രചരണങ്ങളാണ്. നാം കണ്ടതല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. CCV ന്യൂസ്, പഴയന്നൂർ.